ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഡ്രാമ മാജിക്. ഇന്ന് മുതൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് നോ ഗെയിൻ നോ ലവ് എന്ന് പറയുന്ന ഒരു ഓൺ ഗോയിങ് കൊറിയൻ ഡ്രാമയാണ്. കുറച്ച് നാളായി നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ട്. നമ്മുടെ ചാനലിൽ മുരിം സ്കൂൾ എന്ന് പറയുന്ന ഡ്രാമയാണ് ഇനി ചെയ്യാനായിട്ട് ബാക്കി ഉണ്ടായിരുന്നത്. അത് ബാക്കി കാണണമെന്ന് ആഗ്രഹമുള്ളവര് ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. നമുക്ക് അതിനനുസരിച്ച് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. എന്തായാലും സമയം കളയാതെ നമുക്ക് എപ്പിസോഡിലേക്ക് കടക്കാം. എപ്പിസോഡിന്റെ തുടക്കത്തില് ഒരു സ്കൂളാണ് കാണിക്കുന്നത്. സ്കൂൾ ഗ്രൗണ്ടിലായി കുറച്ച് കുട്ടികൾ നിന്ന് കളിക്കുന്നുണ്ട്. അതിൽ ആൺകുട്ടികൾ ഒരു സൈഡിലും പെൺകുട്ടികൾ മറ്റൊരു സൈഡിലും നിന്നിട്ടാണ് കളിക്കുന്നത്. ആൺകുട്ടികൾ സോക്കറും പെൺകുട്ടികൾ ഡോഡ്ജ് ബോളും ആണ് കളിക്കുന്നത്. ആ പെൺകുട്ടികളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് നമ്മുടെ നായിക. അവളുടെ നേർക്ക് ഒരു ബോൾ വരുന്നു. അവൾ അത് തടയുന്നുണ്ട്. അത് കണ്ട് സാറും ഔട്ട് വിളിക്കുന്നു. കാരണം ഡോഡ്ജ് ബോൾ കളിക്കുമ്പോൾ ബോൾ കൈ കൊണ്ട് തടയാനായിട്ട് പാടില്ല. അവൾ ബി.ടി സാറിനോട് ഒരു സംശയം ചോദിക്കുന്നു. എന്തുകൊണ്ടാണ് ആൺകുട്ടികൾ എപ്പോഴും സോക്കറും പെൺകുട്ടികൾക്ക് ഡോഡ്ജ് ബോളും കളിക്കാനായിട്ട് തരുന്നത്? അതിന് സാറും നിനക്ക് വേറെ എന്തെങ്കിലും കളിക്കണമെന്ന് ചോദിക്കുമ്പോ അതല്ല, ഈ ഒരു ഗ്രൗണ്ട് നോക്കിക്കേ, അതില് കൂടുതൽ ഭാഗവും ആൺകുട്ടികളാണ് കളിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു ചെറിയ സ്ഥലമല്ലേ തരുന്നേ, ഞങ്ങളും അവരും ഒരേ പണമല്ലേ ഫീസായിട്ട് അടയ്ക്കുന്നത്? ഇത് ശരിയല്ലല്ലോ. അത് കേട്ടിട്ട് സാറും അത് പിന്നെ ബോയ്സിന് സോക്കർ കളിക്കാനാണ് ഇഷ്ടം, പെൺകുട്ടികൾക്ക് ഡോഡ്ജ് ബോളും അല്ലേ എന്ന് കുട്ടികളോട് ചോദിക്കുമ്പോ അവരെല്ലാവരും തലയാട്ടുന്നുണ്ട്. അതിനവളും എനിക്ക് ഒരു കാര്യവും നഷ്ടപ്പെടുന്നതിനോട് താല്പര്യമില്ല, ഞങ്ങൾക്ക് സോക്കർ കളിക്കാനായിട്ട് അവസരം തരുമെന്ന് പറയുമ്പോ സാറും ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം നമുക്ക് തോറ്റു കൊടുക്കേണ്ടതായിട്ട് വരും. നിന്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ ഗെയിം കളിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് വെറുതെ ഈ ഗെയിമിനെ തടസ്സപ്പെടുത്താതെ മാറി നിൽക്കാനായിട്ട് അവളോട് പറയുന്നു. ആ ബോൾ എവിടെയെന്ന് ചോദിക്കുമ്പോ ആ കുട്ടികളും സാറിന്റെ തലക്കിട്ട് ബോൾ എറിഞ്ഞു കൊടുക്കും. ശേഷം ഇവളുടെ വീട്ടിലേക്ക് വരുമ്പോ അവളുടെ അമ്മയാണെങ്കിൽ കുറെ ചാരിറ്റി വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ അച്ഛനും അമ്മയും ഉപേക്ഷിച്ചു പോകുന്ന കുട്ടികളെയും അനാഥരായിട്ടുള്ള കുട്ടികളെയൊക്കെ ഇവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരാറുണ്ട്. അങ്ങനെ ഓരോ ദിവസം വരുമ്പോഴും ഓരോ കുട്ടികളുമായിട്ടാണ് അമ്മ വരുന്നത്. ഇവള് നോക്കുമ്പോ ഇവളെ സ്നേഹിക്കുന്നതിന് പകരം മറ്റു കുട്ടികളെയാണ് അമ്മ സ്നേഹിക്കുന്നത്. അത് കാണുമ്പോ ഇവൾക്കും വലിയ വിഷമാവുന്നുണ്ട്. ഒരു ദിവസം ഇവള് സ്കൂളിൽ നിന്ന് വരുമ്പോ കാലില് മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു. അമ്മ ഇവളെ ശ്രദ്ധിക്കാതെ മറ്റു കുട്ടിയോടൊപ്പം സമയം ചെലവഴിക്കുന്നു. ഇവള് വീട്ടിൽ വരുമ്പോ കുട്ടികളുടെ കരച്ചിലും മറ്റുമാണ് ഇവള് കേൾക്കുന്നത്. അവൾക്കത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അവൾ ഒരു ശപഥം എടുക്കുന്നുണ്ട്. ആരോടും ഞാൻ ദയ കാട്ടില്ല, ദയ കാട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അവസാനം എനിക്കെല്ലാം നഷ്ടപ്പെടേണ്ടി വരും. നമ്മുടെ നായികയുടെ പേര് സോൺ ഹെയോങ് എന്നാണ്. ശേഷം കാണിക്കുന്നത് ഒരു വിവാഹമാണ്. അവിടേക്ക് നമ്മുടെ നായികയായിട്ടുള്ള സോൺ ഹെയോങ് എത്തുന്നു. ആ കല്യാണം കഴിക്കാൻ പോകുന്ന വരൻ അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആണ്. ഇവളും കല്യാണത്തിന് കൊടുക്കാനുള്ള പൈസയൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. കൂടെയുള്ള കൊളീഗും നീ എത്ര രൂപയാണ് കൊടുക്കാനായിട്ട് പോകുന്നതെന്ന് ചോദിക്കുമ്പോ അവൾ വളരെ ചെറിയൊരു എമൗണ്ട് ആണ് പറയുന്നത്. അതിനവരും ഇത് വലിയൊരു ആഡംബരമായിട്ടുള്ള കല്യാണമാണല്ലോ, അത്രയും കുറച്ച് എമൗണ്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും? എന്തായാലും ആ കല്യാണ ചെക്കൻ നമ്മുടെ കൊളീഗല്ലേ, ഇവർ ഈ പണം കൊടുക്കുന്ന സമയം ഇവരുടെ പേരും മറ്റു ഡീറ്റെയിൽസും അതിനകത്ത് എഴുതും. അതുകൊണ്ട് തന്നെ ഇവർ എത്ര പണമാണ് കൊടുത്തിട്ടുള്ളതെന്ന് മറ്റുള്ളവർക്ക് അറിയാൻ പറ്റും. ഇവൾക്കാണെങ്കിൽ അത്രയും എമൗണ്ട് കൊടുക്കാൻ യാതൊരുവിധ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്തായിരുന്നാലും അഭിമാനം കരുതി അവൾ അത്രയും എമൗണ്ട് അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവളും അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, നമ്മൾ ഈ പണം കൊടുക്കുന്നത് എല്ലാരും ഒരുപോലെയല്ല. നമ്മളൊക്കെ വരുമ്പോ ഒറ്റയ്ക്ക് വന്നിട്ട് ഒരു എമൗണ്ട് ആണ് കൊടുക്കുന്നത്. ചില ആൾക്കാര് ഒരു പാക്കറ്റ് കൊണ്ടുവന്ന് ഫാമിലിയോടൊപ്പം വന്നിട്ടാണ് ആ കല്യാണം ചെലവഴിക്കുന്നത്. ശേഷം ഇവളും എക്സ് ബോയ് ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവൻ ഇവള് ജോലി ചെയ്യുന്ന കമ്പനിയിലെ മാനേജറാണ്. അവന് വന്നിട്ട് ഞാൻ വിചാരിച്ചില്ല നീ വരുമെന്ന്. അവൻ മനസ്സിൽ കരുതുന്നുണ്ട്, എക്സ് ബോയ് ഫ്രണ്ടിന്റെ കല്യാണത്തിന് അങ്ങനെ സാധാരണ ആരും വരാറില്ലല്ലോ. അതിനവളും തീർച്ചയായിട്ടും എനിക്ക് വന്നല്ലേ പറ്റൂ, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഈ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരിക്കും. അവളും മനസ്സില് ഞാൻ വന്നില്ലെങ്കിൽ ആൾക്കാരെല്ലാവരും എന്നെ കുറിച്ച് എന്തെങ്കിലും വിചാരിക്കും. എന്തായാലും നമ്മൾ ബ്രേക്കപ്പായി 6 മാസങ്ങൾക്ക് ശേഷം നിന്റെ വിവാഹം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. അതിനവനും എനിക്കത് ചിന്തിക്കാൻ 3 മാസം സമയമെടുത്തു. ഇപ്പൊ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നവള് വളരെ സുന്ദരിയാണ്, നല്ല സ്വഭാവവും. അത് കേൾക്കുമ്പോ നമ്മുടെ ഹീറോയിനും കുറച്ച് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോ ആണ്. അവനാണെങ്കിൽ ഒരു വലിയ കമ്പനിയിൽ ഒരു ഇന്റർവ്യൂവിന് പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവന്റെ പേര് കിം ജിയോക്, നമുക്ക് കിം എന്ന് വിളിക്കാം. ആ ഇന്റർവ്യൂ ചെയ്യുന്ന ആളും നീ ഫാമിലിയെ കുറിച്ച് എഴുതേണ്ട സ്ഥാനത്ത് ഒന്നും എഴുതിയിട്ടില്ലല്ലോ, നീ ഒരു അനാഥനാണോ എന്ന് ചോദിക്കുമ്പോ എന്റെ മുത്തശ്ശിയാണ് എന്നെ വളർത്തിയിട്ടുണ്ടായിരുന്നത്, നിങ്ങളുടെ ഈ കമ്പനിയാണ് എന്നെ കുട്ടിക്കാലത്ത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കമ്പനിയിൽ വർക്ക് ചെയ്യാനായിട്ട് ഒരു അവസരം തന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ സ്വപ്നങ്ങളും ഉത്തരവാദിത്തങ്ങളും നിറവേറ്റുക മാത്രമല്ല, നിങ്ങൾ എനിക്ക് ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് തിരിച്ച് ഞാനും എന്റെ കടമ ചെയ്യുന്നതാണ്. ഇന്റർവ്യൂ ചെയ്യുന്നവരും ഒരുപാട് കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അവനും കോൺഫിഡന്റ് ആയിട്ട് തന്നെ എല്ലാറ്റിനും മറുപടി പറയുന്നു. അതിൽ നിന്നും അവൻ വളരെ പോസിറ്റീവും വളരെ ക്ഷമയുള്ള ആളുമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ആ ഇന്റർവ്യൂ ചെയ്യുന്നവര് ആ പെൺകുട്ടിയുടെ അടുത്ത് നിങ്ങൾ എന്നാണ് കല്യാണം കഴിക്കാനായിട്ട് പോകുന്നത്, കല്യാണം കഴിക്കേണ്ട പ്രായമൊക്കെ ആയല്ലോ, നമ്മുടെ ഈ ഒരു ജോലിയുടെ ഭാഗമായിട്ട് വിദേശത്തൊക്കെ പോകേണ്ടതായിട്ട് വരും, അതിന് കുട്ടികൾ ഒരു തടസ്സമാവില്ലേ എന്നൊക്കെയുള്ള വേണ്ടാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ മേലധികാരി അബദ്ധത്തിൽ നിങ്ങളെ തൊടുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അതിന് റെസ്പോണ്ട് ചെയ്യുക? അതിനവളും അത് ഞാൻ സിറ്റുവേഷൻ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവൾക്ക് കൃത്യമായിട്ട് അതിനുള്ള മറുപടി ഒന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല. അതൊരു വേണ്ടാത്ത ക്വസ്റ്റ്യൻ ആയിരുന്നല്ലോ. ആൺകുട്ടിയുടെ അടുത്തും നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു സെക്ഷൽ ഹറാസ്മെന്റ് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങൾ പ്രതികരിക്കുക? അത് ഞാൻ അവളോട് ചോദിക്കും. നിങ്ങൾക്ക് ചിലപ്പോ തെറ്റിദ്ധാരണ സംഭവിച്ചിട്ടുണ്ടായിരിക്കും, ഇതുപോലത്തെ വലിയ
വലിയ കമ്പനിയില് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കേൾക്കുമ്പോ കിമ്മും ഞാനാണെങ്കിൽ അവളോട് എവിഡൻസ് കളക്ട് ചെയ്യാനായിട്ട് പറയും. ടെക്സ്റ്റോ, ഇമെയിലോ, വോയിസ് റെക്കോർഡോ, ദാ ഇതുപോലെ എന്ന് പറഞ്ഞിട്ട് അവനും അവിടെ പറയുന്നതെല്ലാം തന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കരുതെന്ന് നിങ്ങൾക്കറിയില്ലേ? ഇത് മനുഷ്യാവകാശ ലംഘനമാണ്. ഒരു ഇന്റർവ്യൂവിന് വന്നിരിക്കുമ്പോ എന്തുമാത്രം സ്ട്രെസ് ആണ് ഞങ്ങൾ അനുഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ലേ? പക്ഷെ ഒരു ഇന്റർവ്യൂവിനിടയ്ക്ക് ഇങ്ങനെയൊന്നും സംസാരിക്കാനായിട്ട് പാടില്ല. ഇന്റർവ്യൂ ചെയ്യുന്നവരും കിമ്മിനോട് സോറി പറയാനായിട്ട് പറയുന്നുണ്ട്. ശേഷം അവരും ആ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നു. അവനും പുറത്തിറങ്ങിയിട്ട് അവരോട് സോറി പറയുന്നുണ്ട്. നിങ്ങളോട് ചോദിച്ച ക്വസ്റ്റ്യന് ഞാനാണ് അറിയാതെ മറുപടി പറഞ്ഞത്. അത് കേട്ടിട്ട് എനിക്ക് വെറുതെ ഇരിക്കാനായിട്ട് തോന്നിയില്ല. ഞാൻ ജോലിക്ക് വേണ്ടിയിട്ട് അങ്ങനെ അധികം ശ്രമിക്കുന്നൊന്നുമില്ല. എന്റെ പ്രൊഫസർ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഈ ഡ്രസ്സും എല്ലാം തന്നെ സാറാണ് എനിക്ക് തന്നത്. അതിനവളും നീ സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇവരിന്റെ എന്നെ ഇവിടെ ജോലിക്കെടുത്താലും ഞാൻ ഇവിടേക്ക് വരാനായിട്ട് പോകുന്നില്ല. എന്തൊരു മനുഷ്യർ ഇവിടെ ഉള്ളത്. ശേഷം ഇവിടെ കല്യാണമാണ് കാണിക്കുന്നത്. അവളുടെ കൊളീഗും അവളോട് നമ്മുടെ മാനേജർ കല്യാണം കഴിക്കാനായിട്ട് പോകുന്ന പെൺകുട്ടിയും വലിയ കാശുള്ള വീട്ടിലേതാണെന്നാണ് ഞാൻ കേട്ടത്. അവൻ അറിഞ്ഞും കണ്ടും തന്നെയാണ് അവളെ തിരഞ്ഞെടുത്തത്. ആ സമയം അവൾക്ക് ഒരു കോള് വരുന്നുണ്ട്. അതൊരു നഴ്സിംഗ് ഹോമിൽ നിന്നിട്ടാണ് വിളിക്കുന്നത്. അവളുടെ അമ്മയ്ക്ക് തീരെ സുഖമില്ല. അവരിപ്പോഴുള്ളത് ഒരു നഴ്സിംഗ് ഹോമിലാണ്. ഇവള് കഴിഞ്ഞ ആഴ്ച അമ്മയെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ജോലി തിരക്കായിരുന്നത് കൊണ്ടാണ് അവള് പോകാത്തത്. അതിനവളും അടുത്ത ആഴ്ച തീർച്ചയായിട്ടും ഞാൻ അവിടേക്ക് എത്താമെന്ന് പറഞ്ഞ് അവളും ഫോൺ കട്ട് ചെയ്യുന്നു. അവൾക്കും ആ ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ തീരെ താല്പര്യമില്ല. ആ സമയമാണ് അവിടേക്ക് അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയും വരുന്നത്. അപ്പോഴാണ് ഇവളും ഒരു കാര്യം ഓർക്കുന്നത്. 6 മാസം മുന്നേ ഇവനെ ഒരു സ്ഥലത്തേക്ക് ഇവളും വിളിപ്പിക്കും. നമുക്ക് ബ്രേക്കപ്പ് ആകാം എന്ന് അവളും പറയുന്നുണ്ട്. അവനും അത് കേട്ട് ഷോക്കായിട്ട് എന്ത് പറ്റി, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ, പെട്ടെന്ന് എന്താ ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ? അതിനവളും ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവളും പോകുന്നുണ്ട്. അപ്പോഴേക്കും അവനും അവളുടെ പുറകെ പോകുന്നുണ്ട്. അവനും ഒരിടത്ത് വന്ന് വീണു പോകുന്നു. അവന് മുറിവ് പറ്റുമ്പോ അവളും ബാൻഡേജ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്താ കാര്യമെന്നൊക്കെ അവനും ചോദിക്കുന്നുണ്ടെങ്കിലും അവളൊന്നും തന്നെ പറയാതെ അവിടെ നിന്ന് പോകുന്നു. അപ്പോഴാണ് ഈ കല്യാണത്തിനിടയ്ക്ക് ഇവർ തമ്മിൽ പ്രണയത്തിലായിട്ട് 1 വർഷമായി എന്നുള്ള കാര്യം അവിടെ പറയുന്നത്. ഇത് കേൾക്കുമ്പോ അവളും ഷോക്കാകുന്നു. കാരണം 6 മാസം മുന്നെയാണ് ഇവർ തമ്മിൽ ബ്രേക്കപ്പ് ആയത്. 1 വർഷം മുന്നേ ഈ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ ഇവൻ സ്നേഹിച്ചിരുന്നുവെങ്കിൽ അതെങ്ങനെ ശരിയാകും? ഇവൻ എന്നെ ചതിക്കുകയായിരുന്നല്ലേ? അപ്പോഴാണ് ആ കാര്യം കാണിക്കുന്നത്. അവനും ഇവളൊന്ന് ബ്രേക്കപ്പ് ആയി കാണാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഇവളെ എങ്ങനെ ഒഴിവാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത്. അവള് തന്നെ അത് ചെയ്തു തന്നു എന്ന് പറഞ്ഞ് അവനും സന്തോഷിക്കുന്നു. ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ നമ്മുടെ നായികയ്ക്കും മനസ്സിലാവുന്നത്. അവൾക്കും വളരെയധികം ദേഷ്യം വരുന്നുണ്ട്. അവൾക്കും ദേഷ്യം വന്ന് ആ ഒരു ടേബിളിൽ വിരിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഷീറ്റും എടുക്കുന്നു. അത് കണ്ടിട്ട് എല്ലാവരും ഷോക്കാകുന്നുണ്ട്. എന്നിട്ട് അതും എടുത്ത് അവിടെ ഇരുന്നൊരു ഷോളും എടുത്ത് ഒരു ബൊക്കയും കയ്യിലെടുത്ത് അവന്റെ അടുത്തേക്ക് നടന്നു പോകുന്നുണ്ട്. നീ എന്തായി ചെയ്യുന്നതെന്ന് അവന് ചോദിക്കുമ്പോ, നീ 1 വർഷമായിട്ട് ഇവളെ സ്നേഹിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞല്ലോ. പക്ഷെ നമ്മള് ബ്രേക്കപ്പ് ആയിട്ട് 6 മാസമല്ലേ ആയുള്ളൂ. നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ? അതിനവനും അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. അവള് എന്നാ ശരി, ഇന്ന് നിന്റെ സന്തോഷമുള്ള ദിവസമല്ലേ എന്ന് പറഞ്ഞിട്ട് അവന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. എല്ലാവരും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു. ഫിംഗർ ഹാർട്സ് കാണിക്കാൻ പറയുമ്പോ അവളും മിഡിൽ ഫിംഗർ ആണ് കാണിക്കുന്നത്. ശേഷം ഹീറോയിന്റെ വീടാണ് കാണിക്കുന്നത്. അവിടെ 2 ഫ്രണ്ട്സിന്റെ ഒപ്പമാണ് അവളും താമസിക്കുന്നത്. അതിലൊരാള് ഒരു റൈറ്റർ ആണ്. അവള് അഡൽട്ട് സ്റ്റോറീസ് ഒക്കെയാണ് എഴുതുന്നത്. മറ്റൊരാള് ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ്. ഇവരും നായിക കല്യാണത്തിന് പോയിരിക്കുന്ന കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇവളും ആ ഒരു മാനേജറുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന കാര്യം ഓഫീസിൽ ആർക്കും തന്നെ അറിയില്ല. അതുകൊണ്ടാണ് അവർക്ക് ആർക്കും തന്നെ സംശയം തോന്നാത്തത്. അവളും വളരെ വിഷമത്തോടു കൂടി അവിടേക്ക് വരുന്നുണ്ട്. നടന്ന കാര്യങ്ങളെല്ലാം ഫ്രണ്ട്സിനോടും പറയുന്നു. അവൻ എന്നെ ചതിക്കുകയായിരുന്നു, എന്നിട്ട് നീ അവനെ വെറുതെ വിട്ടോന്ന് ചോദിക്കുമ്പോ അവളും കൊണ്ടുവന്ന ആ പെട്ടി ഫ്രണ്ട്സിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നോക്കുമ്പോ അവന്റെ തലയായിരിക്കുമെന്ന് വിചാരിക്കുമ്പോ ആ കല്യാണ പെണ്ണ് എറിഞ്ഞു കൊടുത്ത ബൊക്കെയാണ് അവള് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ഒരു കാര്യം കാണിക്കുന്നേ. എല്ലാവരെയും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിലേക്ക് വിളിക്കുന്നു. കല്യാണ പെണ്ണ് ബൊക്കെ എറിയുന്ന സമയം അവളാണ് ക്യാച്ച് പിടിക്കുന്നത്. അവളും വലിയ വിഷമത്തിലാണ്. അവന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് എത്ര പണമാണ് ഞാൻ കൊടുത്തതെന്ന് അറിയാമോ? എനിക്കത് തിരിച്ചു കിട്ടിയേ പറ്റൂ. ഞാൻ അവന്റെന്ന് അതെന്തായാലും വാങ്ങിക്കും. ഫ്രണ്ട്സും, നീ എന്തിനാ അവനുമായിട്ട് ബ്രേക്കപ്പ് ആയത്? നീ ഇതുവരെ അതിന്റെ കാരണം ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോഴാണ് അതിനു മുമ്പുണ്ടായിരുന്ന പ്രണയങ്ങളെ കുറിച്ച് ഫ്രണ്ട്സ് പറയുന്നത്. 6 വർഷത്തിന് മുന്നേ ഒരാളുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഇവളുടെ പൈസക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങി കൂട്ടിയിരുന്നു. നീ എത്ര നാളായിട്ടാണ് ഇവിടെ വെറും കൈയോടെ താമസിക്കുന്നത്? നിനക്ക് ജോലിയെടുത്ത് എന്നെ നോക്കണമെന്ന് ഒരിക്കലും തോന്നിയില്ലേ എന്ന് പറഞ്ഞിട്ടാണ് അവനുമായിട്ട് ബ്രേക്കപ്പ് ആകുന്നത്. അതിനുശേഷം 3 വർഷം മുന്നേ മറ്റൊരു പ്രണയം ഉണ്ടായിരുന്നു. അതും ബ്രേക്കപ്പ് ആയി. ശേഷം നമ്മുടെ കിമും ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് അവൻ ഇട്ടിരുന്ന ഡ്രസ്സും തിരികെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോ അവനിൽ നിന്ന് പരുങ്ങുന്നത് കണ്ട് അയാൾക്കും കാര്യം മനസ്സിലാകുന്നുണ്ട്. ഇവൻ എല്ലാവരെയും സഹായിക്കുന്ന കൂട്ടത്തിലാണ്. അതിലൊരു പോലീസുകാരനും പിടികിട്ടാപ്പുള്ളികളുടെ ഫോട്ടോസ് അവിടങ്ങളിൽ ഒട്ടിച്ചു വെക്കുകയായിരുന്നു. അവനും ഞാനിത് കുറച്ചെടുത്ത് ഞങ്ങളുടെ കുറച്ച് സ്ഥലങ്ങളിലേക്കും ഒട്ടിക്കാമെന്ന് പറഞ്ഞ് അതെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോഴാണ് മറ്റു പോലീസുകാരനും ചോദിക്കുന്നത്, ഇവനാണോ ആ 5 പിടികിട്ടാപ്പുള്ളികളെ പിടിച്ചതും അത് കാരണം ഇവിടെയുള്ള ഒരുപാട് കുറ്റകൃത്യങ്ങൾ കുറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു? അതേന്നാ പോലീസുകാരനും. അവനൊരു മാലാഖയെ പോലെയാണെന്ന് അയാളും പറയുന്നുണ്ട്. ഇവനും ആ ഒരു പിടികിട്ടാപ്പുള്ളികളുടെ ഫോട്ടോസും ഈ കാർഡ്ബോർഡ് ഒക്കെ കളക്ട് ചെയ്യുന്ന ആൾക്കാരുടെ വണ്ടിയിൽ ഒട്ടിച്ചു
വെക്കുന്നുണ്ട്. അതിന്റെ കാരണം അവരാണ് ഇവിടങ്ങളിലെ പലയിടത്തേക്ക് ചെറിയ പ്രദേശങ്ങളിലേക്ക് പോകുന്നത്. നിങ്ങൾ ഇതിൽ കാണുന്ന ആരെങ്കിലും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ പോലീസിന് റിപ്പോർട്ട് ചെയ്യണം. വെറുതെ പ്രശ്നങ്ങളിലൊന്നും ചെന്ന് ചാടരുതെന്ന് അവരോടും പറയുന്നുണ്ട്. അവർക്കെല്ലാവർക്കും അവനെ വളരെ ഇഷ്ടമാണ്. അവനെ അവര് ഒരു മാലാഖയെ പോലെയാണ് കാണുന്നത്. ശേഷം ഹീറോയിനും അവളുടെ ഫ്രണ്ടും സംസാരിച്ചു കൊണ്ട് പോവുകയാണ്. അവളും എനിക്ക് കുറച്ച് ജെല്ലീസ് വാങ്ങിക്കണം, ഞാനും ഒരു കൺവീനിയൻസ് സ്റ്റോറിലേക്ക് പോവുകയാണെന്ന് പറയുമ്പോ കൂട്ടുകാരിയും ആ മറ്റു പയ്യൻ തന്നെയാണോ ഇപ്പോഴാ കൺവീനിയൻസ് സ്റ്റോറിലുള്ളത് എന്ന് ചോദിക്കുമ്പോ നമ്മുടെ നായകനാണ് ആ സ്റ്റോറിൽ നിൽക്കുന്നത്. അവളും എന്താ കാര്യം എന്നറിയില്ല, എപ്പോഴെന്നെ കണ്ടാലും അവൻ എന്നെ കടിച്ചു കീറാനായിട്ട് നിൽക്കും, അവൻ എന്നെ ഒട്ടും തന്നെ ഇഷ്ടമല്ല. അതിന് കൂട്ടുകാരിയും പിന്നെന്തിനാ നീ അവിടേക്ക് എപ്പോഴും പോകുന്നത്? അതിനവളും അവൻ എന്നെ ഒരു കാരണം ഇല്ലാതല്ലേ ഇഷ്ടപ്പെടാതിരിക്കുന്നേ, അക്കാരണം എനിക്ക് കണ്ടുപിടിക്കണം. അവനും അവിടെ ഗ്ലാസ് തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവളും മുഖത്തുള്ള മേക്കപ്പ് ആ ഗ്ലാസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവളും അവിടെ ഉണ്ടായിരുന്ന അവൾക്ക് ഇഷ്ടപ്പെട്ട ജെല്ലി നോക്കുന്നുണ്ട്. അവൾ നോക്കുന്ന കാണുമ്പോഴേ അവൻ പറയും അതിന്റെ സ്റ്റോക്ക് തീർന്നു പോയി, ഇതുവരെ ഇവിടെ വന്നിട്ടില്ല, മറ്റെല്ലാ ജെല്ലീസും ഉണ്ട്, അതിൽ നിന്ന് നിനക്ക് ഏതെങ്കിലും എടുക്കാമെന്ന് പറയുമ്പോ അവൾ ഇത് എടുക്കുന്നില്ല. പിന്നെയും അവരൊന്നും രണ്ടും പറഞ്ഞ് അവിടെ നിന്ന് വഴക്ക് കൂടുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന ഒരു ബുക്ക് കണ്ടിട്ട് നീ ജോലി നോക്കാനായിട്ട് പോവുകയാണോ? നീ എത്ര വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുകയാണെന്ന് അറിയാമോ? നീ ഇവിടെ നിന്ന് എപ്പോഴാ പോകാനായിട്ട് പോകുന്നത് എന്ന് ചോദിക്കുമ്പോ അവനും എപ്പോഴാണോ നീ കല്യാണം കഴിഞ്ഞു പോകുന്നത് അന്നേരം ഞാൻ ഇവിടെ നിന്ന് പോകുമെന്ന് അവനും പറയുന്നു. ശേഷം ഹീറോയിന്റെ കൂട്ടുകാരിയായ റൈറ്ററും ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒരുപാട് ഹേറ്റ് കമന്റ്സും നല്ല കമന്റ്സും ഒക്കെ വരുന്നുണ്ട്. അതിൽ നല്ലൊരു കമന്റ് എടുത്ത് അവളും പിൻ ചെയ്യുന്നുണ്ട്. ആ പിൻ ചെയ്യുന്ന കമന്റ് ഇട്ടിരിക്കുന്നത് ഒരു വലിയ കുടുംബത്തിലെ ഒരു സ്ത്രീയാണ്. അവർക്കൊരു മകനാണുള്ളത്. ഹസ്ബൻഡ് ഒരു വലിയ ബിസിനസ്മാനും. ഈ മകൻ ഹീറോയിൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ സിഇഒ ആണ്. അവന്റെ അച്ഛനാണെങ്കിൽ എപ്പോഴും അവനെ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. അമ്മ ഇടപെട്ടിട്ടാണ് ആ വഴക്ക് നിർത്തുന്നത്. ആ സിഇഒയുടെ കൂടെ എപ്പോഴും നിഴല് പോലെ ഒരു സെക്രട്ടറിയും ഉണ്ടാകാറുണ്ട്. ആ സെക്രട്ടറിക്ക് ഇവന്റെ കൂടെ വർക്ക് ചെയ്യാൻ യാതൊരുവിധ താല്പര്യവും ഇല്ല. എപ്പോഴും മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ എപ്പോഴാണ് വേക്കൻസി വരുന്നത് എന്ന് നോക്കിക്കൊണ്ടാണ് അവനും ഇരിക്കുന്നത്. ശേഷം ഹീറോയിനും രാവിലെ വർക്ക് ചെയ്യാനായിട്ട് പോകുന്ന സമയം കിമും പുറത്തിരിക്കുന്നത് അവള് കാണുന്നുണ്ട്. അവൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ജെല്ലി അവനും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ നീ ഇത് സ്റ്റോക്ക് ഇല്ലെന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ് ഓടി സ്റ്റോറിനകത്തേക്ക് കയറുമ്പോ അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവനും ഇന്നലെ കുറച്ച് സ്റ്റോക്ക് വന്നതാണ്, ഞാനിപ്പോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അവസാനത്തെ പാക്കറ്റ് ആണ്, എനിക്ക് മറ്റു ജെല്ലി വേണമെന്ന് പറയുമ്പോ അവനും എന്റെ പാർട്ട് ടൈം ജോലി കഴിഞ്ഞു, ഇപ്പൊ ഞാൻ ഇവിടുത്തെ ജോലിക്കാരനല്ല എന്ന് പറയുമ്പോ അവളും അവിടെ നിന്ന് പോകുന്നുണ്ട്. ശേഷം ഇവളും ഓഫീസിലേക്ക് വരുമ്പോ ഇവളുടെ എക്സ് ബോയ് ഫ്രണ്ടും ഹണിമൂണൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഓഫീസിലേക്ക് വരുന്നുണ്ട്. ഇവളും അവനെ വിളിച്ചു കൊണ്ടുപോയിട്ട് നിന്റെ കല്യാണത്തിന് ഞാൻ തന്ന ആ ഒരു പണം എനിക്ക് തിരികെ വേണം, നീ പറഞ്ഞിട്ടാണ് നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഓഫീസിലുള്ള മറ്റാരും അറിയാതെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്, ഇതിന് പിന്നിൽ നിനക്ക് ദുരുദ്ദേശം ഉണ്ടായിരുന്നെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, നീ എന്നെ ചതിക്കുകയായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ, അതിനവനും നിന്റെ കല്യാണത്തിന് ഞാൻ ആ പണം നിനക്ക് തന്നേക്കാം എന്ത് പറയുന്നു എന്ന് പറഞ്ഞിട്ട് അവനും അവിടെ നിന്ന് പോകും. അപ്പോഴാണ് 6 മാസം മുന്നേ ഇവളെന്തിനു വേണ്ടിയിട്ടാണ് അവനുമായി ബ്രേക്കപ്പ് ആയതെന്ന് കാണിക്കുന്നത്. ഒരു ദിവസം അവര് രണ്ടുപേരും കൂടി ഒരു സ്റ്റോറിന് മുന്നിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവനാണെങ്കിൽ ഡ്രിങ്ക്സും കഴിച്ചിട്ടുണ്ട്. അന്നേരം ഇവര് റിലേഷൻഷിപ്പിലായിരുന്നു. അവനും അവളോടൊരു കാര്യം ചോദിക്കുന്നു. അവനും ആ സമയം അവളുടെ അമ്മയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. നിന്റെ അമ്മയെ നോക്കാൻ നീ മാത്രമേ ഉള്ളോ, മറ്റാരും ഇല്ലേ എന്ന് ചോദിക്കുമ്പോ അവൾക്കും ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. അവളുടെ അമ്മയെ അവനൊരു ഭാരമായിട്ടാണ് കാണുന്നത്. കല്യാണത്തിന് ശേഷവും അമ്മയെ ഒരു ഭാരമായി കാണരുത് എന്ന് കരുതിയിട്ടാണ് അവള് അവനുമായിട്ട് ബ്രേക്കപ്പ് ആയത്. അവള് നീ എന്നെ പുറകിന്ന് കുത്തുവല്ലേ, എന്നോട് കളിച്ചാ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അവനെയും വിളിക്കുന്നുണ്ട്. അവളും അവനെ വിളിച്ചിട്ട് എന്റെ പണം എനിക്കിപ്പോ തന്നെ കിട്ടണം, അതിനവനും തരാൻ പറ്റില്ലെങ്കിലോ? അപ്പോഴാണ് അവന്റെ ഭാര്യയായ ഈലിനും അങ്ങോട്ടേക്ക് വരുന്നത്. ഇവര് തമ്മിൽ സംസാരിക്കുന്നത് മാനേജറും കേൾക്കുന്നുണ്ട്. ഇവളും അവനും വളരെ വേഗം ഓടി അവരുടെ അടുത്തേക്ക് എത്താനായി ശ്രമിക്കുന്നു. അവളിനി ഇവരുടെ റിലേഷൻഷിപ്പിനെ പറ്റി ഭാര്യയോട് പറഞ്ഞു കാണോ എന്നുള്ള പേടിയാണ് അവനുള്ളത്. ഇവന് വന്ന് നോക്കുന്ന സമയം അവന്റെ ഭാര്യയും വളരെ ഷോക്ക് ആയിട്ടിരിക്കുന്നതാണ് അവൻ കാണുന്നത്. എല്ലാം കഴിഞ്ഞു എന്ന് അവനും വിചാരിക്കുന്നു. അവനും ഭാര്യയോട് നീ ഞാൻ പറയുന്നത് കേൾക്ക്, ഞാനെല്ലാം നിന്നോട് തുറന്നു പറയാം. അപ്പോഴാണ് അവളുടെ മുന്നിലിരിക്കുന്ന ഗിഫ്റ്റ് അവനും കാണുന്നത്. ഇവളെ എറിഞ്ഞു കൊടുത്ത ആ ഒരു ബൊക്കയിൽ നിന്നിട്ടും അവർക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് ഇവളും കൊടുക്കുന്നുണ്ട്. അത് അവന്റെ ഭാര്യയ്ക്കും വളരെയധികം ഇഷ്ടമാകുന്നുണ്ട്. എല്ലിനും ഹീറോയിനോട് എനിക്കിത് വളരെയധികം ഇഷ്ടമായി, നമുക്ക് ഇനി അടുത്ത ഫ്രണ്ട്സ് ആയിരിക്കാം എന്ന് പറഞ്ഞ് കൂട്ടുകൂടുന്നുണ്ട്. അത് അവനത്ര ഇഷ്ടപ്പെടുന്നില്ല. അവന്റെ കൈയും കാലും ഒക്കെ നന്നായിട്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവനും അവളെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവളും പണം ചോദിക്കുമ്പോ അവനും അവളോട് എന്റെ അവസ്ഥ വളരെ മോശമാണ്, എന്റെ ഫിനാൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് എന്റെ ഭാര്യയാണ്, ഞാൻ ഇത്രയും രൂപ നിനക്ക് തന്നു എന്ന് അവള് കണ്ടുപിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയാലോ, നിന്റെ കല്യാണ ദിവസം ആ പണം കൃത്യമായിട്ട് നിനക്ക് തന്നേക്കാം എന്ന് പറഞ്ഞ് അവനും അവളോട് കെഞ്ചുന്നുണ്ട്. ശേഷമാണ് ഇവരുടെ കമ്പനിയിൽ ഒരു കോൺടെസ്റ്റ് വെക്കുന്നത്. അവളുടെ കൊളീഗും അവൾക്കത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ കോൺടെസ്റ്റിൽ വിജയിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ പ്രൊമോഷനും മറ്റു കാര്യങ്ങളും കിട്ടുന്നതാണ്. അത് അവളും കണ്ടിട്ട് അവൾക്കും വളരെ സന്തോഷമാകുന്നുണ്ട്. ഞാൻ എന്തായാലും ഈ കോൺടെസ്റ്റിൽ പങ്കെടുക്കുക തന്നെ ചെയ്യും. അത് കേട്ടിട്ട് കൊളീഗും പക്ഷേ നിനക്കിതിൽ പങ്കെടുക്കാൻ പറ്റില്ല, കാര്യം എന്തെന്ന് വെച്ചാ നീ വിചാരിക്കുന്ന ടീമിലേക്ക് നിനക്ക് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ നീ ഒരു കല്യാണം കഴിക്കേണ്ടി വരും. ആ ഒരു ടീമില് ഒരു സിംഗിൾസ് പോലും ഇല്ല, എല്ലാവരും കല്യാണം കഴിഞ്ഞവരാണ്. അത് കേൾക്കുമ്പോ അവൾക്കും വളരെയധികം സങ്കടമാകുന്നുണ്ട്. ഞാൻ കല്യാണം കഴിഞ്ഞില്ല എന്നുള്ള ഒരു കാരണം
കാരണം വെച്ചിട്ട് ഞാൻ ഇത്രയും കാലം എന്ത് നന്നായിട്ടാ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് പ്രൊമോഷൻ തരില്ല എന്ന് പറഞ്ഞ അവളുടെ കൊളീഗ് അവളെ ഒരു കല്യാണത്തിന് നിർബന്ധിക്കുന്നുണ്ട്. ശേഷം ഹീറോയിന് വർക്ക് കഴിഞ്ഞ് നേരെ വരുന്നത് കിം വർക്ക് ചെയ്യുന്ന സ്റ്റോറിലേക്കാണ്. അവളിന്ന് കുറച്ച് മൂഡ് ഓഫ് ആണെന്ന് അവളെ കാണുമ്പോ തന്നെ കിമ്മിന് മനസ്സിലാകുന്നുണ്ട്. അവളൊന്നും തന്നെ അവനോട് സംസാരിക്കുന്നില്ല. സാധാരണ എപ്പോഴും അടികൂടാറുള്ളതാണ്. അവളും ഡ്രിങ്ക്സ് കഴിക്കുന്നുണ്ട്. ശേഷം അവനും അവിടെ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയം ഇവളും അവനെ വന്ന് തുറിച്ചു നോക്കുന്നുണ്ട്. അതുകൊണ്ട് അവനും ഇവൾക്കിതെന്ത് പറ്റി എന്ന് പറഞ്ഞ് അതിശയത്തോടെ നോക്കുന്നുണ്ട്. നിനക്ക് എന്താ വേണ്ടതെന്ന് അവളും ചോദിക്കുമ്പോ എനിക്കൊരു വരനെയാണ് വേണ്ടത്, നിനക്ക് എന്റെ വരനാകാനായിട്ട് സാധിക്കുമോ എന്ന് അവളും അവനോട് ചോദിക്കുന്നുണ്ട്. അവൾക്ക് കല്യാണം കഴിച്ചാൽ മാത്രമേ പ്രൊമോഷൻസും മറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ. അതിനു വേണ്ടിയാണ് അവനോടും ചോദിക്കുന്നത്. അപ്പോഴാണ് മറ്റൊരു കാര്യം കാണിക്കുന്നത്. നേരത്തെ ഹീറോയിനും എക്സ് ബോയ് ഫ്രണ്ടും കൂടി ഒരു സ്റ്റോറിന്റെ മുന്നിലിരുന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അമ്മയുടെ കാര്യത്തെ പറ്റി. അത് മറ്റെവിടെയുമല്ല, കിം വർക്ക് ചെയ്യുന്ന സ്റ്റോറിന്റെ മുന്നിലാണ്. ഇവര് തമ്മിൽ സംസാരിക്കുന്നത് ഇവനും കേട്ടിട്ടുണ്ടായിരുന്നു. അമ്മയെക്കുറിച്ച് അവൻ പറയുന്നതും ഇവൻ ശ്രദ്ധിച്ചിരുന്നു. അവൾക്കും ഒരുപാട് വിഷമമായിട്ടുണ്ടായിരുന്നു. അത് ഇവനും കാണുന്നുണ്ടായിരുന്നു. ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.